AM കിച്ചൺ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു നല്ലൊരു സോയ വെച്ചിട്ടുള്ള കറി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തിടാൻ പറ്റിയൊരു കറിയാണത്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു പിടി സോയയാണ് എടുത്തത്. അതിലേക്ക് ഒരു ചെറിയ തക്കാളി, ഒരു ചെറിയ സവാള, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി എൻ്റെ മോന് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാനിതിൽ ഇഞ്ചി ചേർക്കാതിരുന്നത്. പിന്നെ കറിവേപ്പിലയാണ് എടുത്തത്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. ചീനച്ചട്ടി ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വലിയുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഒരുപാട് നേരമൊന്നും വഴറ്റി നമ്മൾ മെനക്കെടൊന്നും വേണ്ട കേട്ടോ. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കുക. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് സവാള ഒന്ന് നന്നായി വഴന്ന് കിട്ടുകയും ചെയ്യും. കറിയിലേക്കും കൂടി വേണ്ടിയുള്ള ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, കുറച്ച് ചേർത്താൽ മതി. വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്താൽ മതിയല്ലോ. സോയയിലൊക്കെ കുറച്ച് ഉപ്പൊക്കെ ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പോൾ അതായത് ഇതൊക്കെ നന്നായി വഴന്ന് വന്ന് ഇനി ഇതിലേക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളി വലിയ പുളിയില്ലാത്ത തക്കാളി നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കണേ. ഒരുപാട് പുളിയൊന്നും നമ്മൾ ഈ കറിയിൽ വേണ്ട. അപ്പോൾ ഇനി തക്കാളിയും ചേർത്തത് വീണ്ടും ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. എൻ്റെ മോന് ഇഞ്ചി ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇഞ്ചി ചേർക്കാതിരുന്നത്. ഇഞ്ചിയും കൂടെ ചേർക്കണം, അപ്പോൾ നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ സോയ അത് തിളച്ച വെള്ളമൊക്കെ ഒഴിച്ച് കുതിർത്തെടുത്ത് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ചെറുതാവുകൊണ്ട് ഞാൻ മുറിച്ചെടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിന് കുറച്ച് വെള്ളം ഇങ്ങനെ ഒന്ന് ഊർന്ന് വരുമല്ലോ. അപ്പോൾ അതാണ് വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ നേരത്തെ തന്നെ ചെയ്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഈ സമയത്തിലേക്ക് പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, പെരുംജീരകപ്പൊടി, പിന്നെ ഞാൻ എരിവിന് വേണ്ടി കുരുമുളക് പൊടിയും അതുപോലെ മറ്റേ നമ്മളെ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ടിട്ടുള്ളൂ. നമ്മുടെ സാധാരണ മുളക് പൊടി ഞാനിതിൽ ചേർത്തിട്ടില്ല. അപ്പോൾ ഇത്രയും പൊടികളൊക്കെ ചേർത്തതിന് ശേഷം നമുക്കിത് വീണ്ടും നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ വെള്ളം ഒന്നിങ്ങോട്ട് ഡ്രൈ ആയി വരുന്നത് വരെ. പിന്നെ ഇപ്പോൾ ഞാൻ എപ്പോഴും പറയണത് എന്നെ വീണ്ടും വീണ്ടും നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ചാനൽ പുതുതായി ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളെ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്തൊക്കെ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ നമ്മുടെ കറി ഞാനിതാ ഈ ഒരു പരുവത്തിൽ ഒന്ന് ഡ്രൈ ആക്കി എടുത്തു. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ തന്നെ വെള്ളം ഒഴിച്ച് അതിലേക്കല്ല നമ്മൾ സോയ ചേർക്കുന്നത്. സോയ നമ്മൾ ഈ മസാലപ്പൊടി കിടന്ന് ഒന്ന് വഴന്നതിന് ശേഷമാണ് ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് തന്നെ ഇതിൽ കിടന്നൊന്ന് വഴന്ന് വന്നതിന് ശേഷം വേണം നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാൻ. വളരെ കുറച്ച് വെള്ളം ചേർത്താൽ മതി. ഞാനിത് കുറച്ച് അളവിലാണ് ഉണ്ടാക്കുന്നത്, ഒരു കുട്ടിക്ക് സ്കൂളിലേക്ക് കൊടുത്ത് വിടാൻ, അത്ര മതി. ഇപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി വേണമെന്നുള്ളവർക്ക് സാധനങ്ങൾ അളവൊക്കെ കൂട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ ഒരിക്കലും പച്ചവെള്ളം ചേർക്കരുത് കേട്ടോ. ഞാൻ ചൂടുവെള്ളമാണ് ചേർത്തത്. തിളപ്പിച്ച വെള്ളം ഉണ്ടായിരുന്നു, അപ്പോൾ അതാണ് ചേർത്ത് കൊടുത്തത്. പച്ചവെള്ളം ചേർക്കരുത്. അപ്പോൾ അതാ നമ്മളെ കറിയൊക്കെ തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒരുപാട് ഡ്രൈ ആവുമൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നമ്മളിതിലേക്ക് ചപ്പാത്തിയൊക്കെ കഴിക്കാൻ എടുക്കാം. ആ ഒരു പരുവാണിപ്പോൾ. അപ്പോൾ ഞാനിതൊന്നും കൂടി ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് കറി മതി, നല്ല കുറുകിയ തിക്കായിട്ടുള്ള ഗ്രേവിയാണ് വേണ്ടത്. അപ്പോൾ ഇതൊന്നും കൂടെ ഞാൻ വറ്റിച്ചെടുത്തു ഈ ഒരു പരുവത്തിൽ. അപ്പോൾ നമ്മുടെ സോയാ ചങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇതെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുക. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൻ്റെ കൂടെയോ രാവിലെ ദോശയോ ചപ്പാത്തിയോ അതിൻ്റെയൊക്കെ കൂടെയൊക്കെ കൊടുക്കാൻ പറ്റും. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും വരാം.